കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. 12-കാരന് രോഗം സ്ഥിരീകരിച്ചു. ആരോഗ്യനില ഗുരുതരം. തിരുവനന്തപുരത്ത് 3 വയസ്സുള്ള കുഞ്ഞിന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചു. കുട്ടിയുടെ അപ്പൂപ്പനെതിരെ കേസ്. കുഞ്ഞ് SIT ആശുപത്രിയിൽ ചികിത്സയിൽ. വടകരയിലെ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കേസിൽ അന്വേഷണം നടക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ്. മന്ത്രി യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നുവെന്ന് പ്രതിപക്ഷം. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പി ജയരാജനെതിരായ ആരോപണത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി. അനുമതി നിഷേധിച്ചതിൽ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. आपको पर्याप्त समय, पर्याप्त अवसर, आप पूरा समय राष्ट्रपति अभिभाषण पर हर विषय में बोल सकते हैं. माननीय सदस्यगण, हर विषय, हर मुद्दे पर राष्ट्रपति अभिभाषण. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട് തൊടുകയിൽ 36 കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കടൽക്ഷോഭത്തിൽ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം എടവനക്കാട് ഹർത്താൽ. കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന ഒരു മരണം. തലസ്ഥാനത്തെ ചില ഗ്രാമവഴികളിൽ യാത്ര ദുഷ്കരം. പരാതി പറഞ്ഞ് മടുത്ത് നാട്ടുകാർ. സിറ്റിയിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഒരു ധാരണയുണ്ട്. ഇനി ഈ ഗ്രാമീണ പ്രദേശത്തെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് കൂടി അറിയണ്ടേ? ഇനി നമ്മൾ പോകുന്നത് ഗ്രാമീണ പ്രദേശങ്ങളിലെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാനാണ്. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് പരമ്പര തുടരുന്നു. നാവാ കുഴിയടയ്ക്കാം.